ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മീ രഹന. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെങ്ങനെ ഓവർകം ചെയ്ത് സെൽഫ് ലവ് ആക്കാൻ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സെൽഫ് ലവ് പോഡ്കാസ്റ്റ് വിത്ത് രഹന. നമ്മളിപ്പോൾ എല്ലാവരും നമ്മളെ തന്നെ അളന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിൽ, അതുപോലെ നമ്മൾ കോളേജിലാണെങ്കിൽ അങ്ങനെ, വർക്കിന് പോകുമ്പോൾ അങ്ങനെ, അവിടെയുള്ള ഓരോ ആൾക്കാരെ കാണുമ്പോഴും നമ്മളെ തന്നെ അളന്നുകൊണ്ടിരിക്കുക. നമ്മൾ അവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അവർ നല്ല അടിപൊളിയാണല്ലോ, അവരുടെ സ്കിന്ന് ഭയങ്കര ഗ്ലോ ആണല്ലോ, അവർ ഭയങ്കര സക്സസ്ഫുൾ ആണല്ലോ, അവരുടെ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് സംഹൗ നമുക്ക് എന്താ പറയുക, മൈൻഡിന് ഒരു സമയത്ത് നമുക്കത് നമ്മുടെ കൈവിട്ട് പോകും. പിന്നെ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് മാത്രമേ വരത്തുള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെ തന്നെ നിങ്ങളെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ടൈം ലൈൻസ് വെച്ചിട്ടോ നിങ്ങളെ വേർത്തിനെ നിങ്ങൾ മെഷർ ചെയ്യാതിരിക്കുക. When you feel low, inhale your self-love and exhale your self-doubt. അബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ഒരു അടിപൊളി സൈക്കോളജിസ്റ്റിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തിയറി ഉണ്ട്, മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന ഒരു തിയറി. അതിലാൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നുണ്ട് നമ്മളെ ലൈഫിൽ എങ്ങനെയാണ് നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്. അതിനാൾ 5 കാറ്റഗറി ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ആൾ പറയുന്നത് ഫിസിക്കൽ നീഡ്സാണ്. അതായത് നമ്മളെ ഷെൽട്ടർ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, നമ്മളിടുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾ. അതിൽ രണ്ടാമത്തെ ആൾ പറയുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ്. അതിൽ നമ്മുടെ പേഴ്സണൽ സെക്യൂരിറ്റി, നമ്മളെ ജോലി, നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇതെല്ലാം വരുന്നത്. മൂന്നാമത്തേത് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്. അതായത് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പ്രണയം ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ലവ് എന്ന് പറയുന്ന കാറ്റഗറി എല്ലാം മൂന്നാമത്തേതായിരുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് സ്ട്രഗിൾ ചെയ്യും, ബട്ട് നമുക്ക് ഒന്നുകൂടെ ഈസിയാണ്. പക്ഷെ 4ാമത്തെ കാര്യം ആൾ പറയുന്നത് സെൽഫ് എസ്റ്റീം എന്നുള്ള കാര്യമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് കെയർ, സെൽഫ് എസ്റ്റീം, ഇതൊക്കെ അതിലാണ് വരുന്നത്. ഈ സെൽഫ് എസ്റ്റീം അച്ചീവ് ചെയ്ത ഒരാൾക്ക് മാത്രമേ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതെന്ന് പറയുന്നത് ഒരിക്കലും സിമ്പിളല്ല. കാരണം നമ്മൾ അത്രയും കെയർ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി മറ്റൊരാളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതെ നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റൊക്കെ തോന്നി, അതായത് നമ്മളോട് ഒരു റെസ്പെക്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് നേടേണ്ട ഒരു സാധനമാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ മനുഷ്യരും ശ്രമിക്കേണ്ടത് ഈ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷെ മറ്റൊരാളുടെ കണ്ടിട്ടാവരുത്, അവരുടെ സക്സസ് കണ്ടിട്ടാവരുത് നമ്മൾ അത് ചെയ്യുന്നത്. കാരണം നമ്മൾ ഓരോരുത്തരുടെയും നീഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, നമ്മളെ നീഡ്സ് അല്ല നമ്മളവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്, അവരുടെ നീഡ്സാണ് നമ്മളവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മളെ മനസ്സിലാക്കുക. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു കഥ പറഞ്ഞുതരാം, ഒരു പെൺകുട്ടിയുടെ കഥ. നമുക്കവിടെ മായ എന്ന് വിളിക്കാം. അപ്പം മായ ജീവിച്ചിരുന്നത് ഒരു ചെറിയൊരു റൂമിലാണ്, ഒരു റെൻറ്റഡ് റൂമിൽ. അവിടെ അവൾക്കൊരു ക്രാക്ക്ഡ് ആയിട്ടുള്ള ഒരു പൊട്ടിയ കണ്ണാടി ഉണ്ടായിരുന്നു. അത് കാണാൻ ഭയങ്കര ആസ്തറ്റിക് ഒന്നും അല്ല. അതുപോലെ തന്നെ അത് തൂക്കാൻ പറ്റിയ പിൻട്രസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള വാളും അവൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ മായ എന്നും ഇതിന് മുമ്പിൽ വന്ന് നിൽക്കും കോളേജിലേക്ക് പോകുന്നതിന് മുന്നേ. എന്നിട്ട് പറയും, എന്താ ഞാനിങ്ങനെ, എന്നെ കാണാൻ ഒരു രസമില്ല, എൻ്റെ കണ്ണിൻ്റെ അടിയിലെല്ലാം കറുപ്പ് വന്നു, എൻ്റെ മുഖത്തെല്ലാം ഭയങ്കര ആക്നെയാണ്, അല്ലെങ്കിൽ എന്താ എൻ്റെ ഹെയർ ഭയങ്കര മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നത്, എന്നെ കാണാനൊരു രസമില്ലാന്ന് എന്നും ഒരു 10 തവണയെങ്കിലും ഇത് പറയും. ആൻഡ് 10 തവണ തന്നെ അവളെ തന്നെ ആ കണ്ണാടിയിൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഓക്കെ ആണോ. പിന്നെ കോളേജിൽ പോയാലോ അവിടെയുള്ള ഓരോ ആൾക്കാരെ വെച്ചിട്ട് അവൾ കമ്പയർ ചെയ്യും. അതായത് ചിലവർക്ക് നല്ല അടിപൊളി ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ ഉണ്ടായിരിക്കും, ചിലവർ വരുന്നത് ഭയങ്കര എന്താ പറയുക ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇട്ടിട്ടായിരിക്കും, ചിലർ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗ് ഇട്ടിട്ടായിരിക്കും, ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവൾ ചിന്തിക്കാൻ തുടങ്ങും, എനിക്കും ഒരു ദിവസം
ഈ ബ്രാൻഡായിട്ടുള്ള ക്ലോത്ത്സ് കിട്ടാലോ അല്ലെങ്കിൽ ബ്രാൻഡായിട്ടുള്ള ബാഗ്സ് ഇട്ടാലോ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആവും. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര വെളുത്ത് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആവാൻ എനിക്കിതൊക്കെ വേണമെന്ന് അങ്ങനെ ചിന്തിക്കും. അവൾ എപ്പോഴും ഇവരെ കാണുമ്പോൾ അവൾക്ക് ചിന്ത വരുന്നത് ഇതൊക്കെയാണ്. ഒരു ദിവസം ഭയങ്കര ഒരു ബാഡ് മൂഡിലിരിക്കുമായിരുന്നു. ഭയങ്കര കുറച്ച് നമ്മൾ കോളേജിലെ ഓരോ പഠിത്തത്തിന് പ്രഷറൊക്കെ ആയിട്ട് അവൾ കുറച്ച് ബാഡ് മൂഡിൽ റൂമിലോട്ട് തിരിച്ചു വന്നു. പക്ഷേ അന്ന് അവൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തത്. അന്ന് അവൾ ആ കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്നു. എന്നിട്ട് മുഖത്തോട്ടൊന്ന് ഒരു 10 മിനിറ്റ് ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ നീയായിട്ട് ഫൈറ്റ് ചെയ്ത് എനിക്ക് മടുത്തു എന്ന് പറഞ്ഞു. അതായത് അവൾക്ക് അവളെ ഇഷ്ടമാണ്, പക്ഷേ മറ്റുള്ളവരുടെ പോലെ ആവാൻ ഫൈറ്റ് ചെയ്ത് അവൾക്കത് മടുത്തു തുടങ്ങിയെന്ന് അത് അവൾ തിരിച്ചറിഞ്ഞു ആ നിമിഷം. ആൻഡ് അവൾക്ക് മനസ്സിലായി, അവൾക്ക് ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് എന്തിനാണ് മറ്റുള്ളവരെ പോലെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇതൊന്നും ഇല്ലെങ്കിൽ എന്താ എനിക്ക് കോൺഫിഡൻ്റ് ആവാൻ പറ്റില്ലേ എന്നവൾ ചിന്തിക്കാൻ തുടങ്ങി. ആൻഡ് ഷീ ടുക്ക് എ ലിപ് ബാം. ഇറ്റ് കോസ്റ്റ് 20 rupees. ആൻഡ് അത് അവൾ അപ്ലൈ ചെയ്തു. ഒരു ക്ലീൻ ആയിട്ടുള്ള കൂത്തി ഇട്ടു. അവൾ കോളേജിൽ പോയി. പക്ഷെ അന്ന് അവൾക്ക് ഭയങ്കര ഒരു കോൺഫിഡൻറ്റ് തുടങ്ങി. അന്ന് മുതൽ അവൾ ഒരിക്കലും പിന്നെ അവളെ ബ്ലെയിം ചെയ്തിട്ടില്ല, അവളെ ജഡ്ജ് ചെയ്തിട്ടില്ല. അന്ന് മുതൽ ആ പൊട്ടിയ കണ്ണാടി അവൾ ഹോം പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അതിന് കാരണം അവളുടെ അപ്പിയറൻസിൽ ചേഞ്ചസ് വന്നതുകൊണ്ടല്ല, അവളുടെ മുഖത്ത് ആക്നെ മാറിയുണ്ടോ, അവൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് മാറിയതോ ഒന്നുമല്ല. അവളെ മാറിയത് അവളെ മൈൻഡാണ്. അവളെ മൈൻഡിനെയാണ് അവൾ മാറ്റിയത്. ആൻഡ് അപ്പം മുതൽ അവളെ തന്നെ ഭയങ്കര കോൺഫിഡൻറ്റ് അവളുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങി. എനിക്കൊന്നു നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ചെറിയ മായ ഉണ്ടെന്ന്. നമ്മളിപ്പോഴും ആ പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നമ്മൾ ആ പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമുക്ക് ആ പെർഫെക്റ്റ് മൊമെൻറ്റ് ഇപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിക്കൂടെ? ചിലപ്പോൾ ഇന്നായിരിക്കാം നമുക്ക് ആ മൊമെൻറ്റിന് വേണ്ടി സ്റ്റോപ്പ് ചെയ്യാനുള്ള ദിവസം. ആൻഡ് വെയിറ്റ് ചെയ്യൽ നിർത്തി ഇന്ന് മുതൽ നമുക്ക് ദാറ്റ് ഗേളായിട്ട് ജീവിക്കാം. അപ്പോൾ ഈ കഥ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളെ കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിക്കാം. പലരുടെയും ചിന്താഗതിയാണ് ഇന്നത്തെ കാലത്ത് ഭയങ്കര എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത്സ്, ബാഗ്സ്, ചപ്പൽസ് ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം വരുന്ന ഒരു സാധനമാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ വരുന്നതാണ്. ഞാൻ എൻ്റെ സെൽഫ് കെയർ നേരെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുമ്പോൾ, ഞാൻ എന്നെ മനസ്സിലാക്കുമ്പോൾ, ഇത്ര കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് വരാറുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് നിങ്ങൾ ഭയങ്കര ബോൾഡാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. നിങ്ങൾക്ക് കാജൽ ഇടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും ഇടാം. പക്ഷേ ഇതിലൊന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടാവരുത് നമ്മളെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇതൊന്നും ഇല്ലാതെയും നമുക്ക് നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഒരാളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റണം. ആൻഡ് നമുക്ക് ഈ പെർഫെക്ഷന് ചേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്താലോ? ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ ഭയങ്കര ആക്നെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ അണ്ടർ ഐസ് എല്ലാം ഭയങ്കര ഡാർക്കായിരിക്കും. പക്ഷേ ഇതൊന്നും നിങ്ങളെ അഗ്ലി ആക്കുന്നില്ല. ഇതെല്ലാം നമുക്ക് നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ മാറ്റാവുന്ന ഒരു കാര്യമുള്ളൂ. ഇതുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് അതൊരു ഭയങ്കര അഗ്ലിനെസ്സാണ്, ഞാൻ ഭയങ്കര അഗ്ലി ആണെന്ന് തോന്നേണ്ട ഒരു കാര്യമില്ല. ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്കൊരാളുടെ മുമ്പിൽ ഞാൻ പെർഫെക്റ്റാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വേയിൽ ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് കോൺഫിഡൻസ്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക എന്നതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. നിങ്ങളുടെ സെൽഫിനെ ടേക്ക് കെയർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കൂടി എടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് ആക്നെ ഉണ്ട്, നിങ്ങളെ അണ്ടർ ഐസിൽ നമ്മുടെ ഡാർക്ക് സർക്കിൾ ഉണ്ട്, ഇതെല്ലാം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളത് റിയൽ ആണെന്നുള്ളത്, ഇതാണ് നിങ്ങളെ റിയൽ ഫേസ് എന്നുള്ളതിന് അർത്ഥം. നിങ്ങളതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. കാരണം നമുക്ക് അഫോർഡബിളായിട്ട് നാച്ചുറലായിട്ട് നമ്മൾ എങ്ങനെ നമ്മളെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കൽ കൂടിയാണ് ആ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പിൽ നിന്നൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് എണീറ്റ ഉടനെ നമ്മൾ ഒരു വാം വാട്ടർ കൊടുക്കുക, ഒരു ദിവസം ഒരു 5 മിനിറ്റ് നടക്കുക. അതായത് നിങ്ങൾ ഡെയിലി ബോഡി മൂവ് ചെയ്യുക. അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ ഉറങ്ങുക, പിന്നെ ജേർണലിങ് ചെയ്യുക, രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് മുഖമെല്ലാം നന്നായിട്ട് വാഷ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്നിട്ട് നിങ്ങളെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങാം. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒറ്റ അടിക്ക് നമ്മൾ എല്ലാം പാടെ ഇന്നത്തോടെ ഞാൻ മാറാൻ പോവുകയാണ്, ഇന്നത്തോടെ ഞാൻ എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ദിവസത്തിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റ ദിവസത്തിൽ ഒറ്റ സ്റ്റെപ്പ് വെക്കുക. 1 brick at a time എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ ഓരോ ഇത് വെച്ച് വന്നാൽ നമ്മൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുള്ളൂ. നമ്മൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാൽ മാത്രമേ നമ്മൾ ഈ വളർന്നുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും നമ്മൾ ഓരോ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനെല്ലാം നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവണം. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ എല്ലാം പാടെ ചെയ്യാൻ നിന്നാൽ നിങ്ങൾ ടയേർഡ് ആവും. ആൻഡ് സെക്കൻഡ് ഡേ നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ചെറുതായിട്ട് തുടങ്ങാം. നമുക്ക് ഒരുപാട് സമയമുണ്ട്, നമുക്ക് മെല്ലെ നമ്മളെ മാറ്റാം. നമുക്ക് വേണ്ടത് സമാധാനം, നമ്മളെ കെയർ ഒക്കെയാണ്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് അതെല്ലാം ഇല്ലാതാക്കിയിട്ടല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. പതിയെ നമുക്കിതെല്ലാം തുടങ്ങാം. നമ്മൾ ഗ്ലോ ആവുന്നത് ശരിക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രീംസോ സിറംസോ ഒന്നും യൂസ് ചെയ്യുമ്പോഴല്ല, ശരിക്കും നമ്മളെ മൈൻഡിനെ ഗ്ലോ ആക്കുമ്പോഴാണ് നമ്മൾ ടോട്ടലി ഗ്ലോ അപ്പ് ആവുന്നത്. നിങ്ങളെ തന്നെ റിമൈൻഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. യു ആർ നോട്ട് ബിഹൈൻഡ്, യു ആർ നോട്ട് ബ്രോക്ക്. ആൻഡ് നിങ്ങളെ വേർത്ത് നിങ്ങൾക്ക് മറ്റൊരാളുടെ മുമ്പിൽ തെളിയിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങൾ എന്തൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് വരുന്നോ അവിടെ നിന്നും പിന്നിലോട്ട് നിൽക്കുക. ആൻഡ് നിങ്ങൾക്ക് ആരൊക്കെയാണ് സെൽഫ് ലവിന് ഇൻസ്പയർ തരുന്നത് അവരെ ഫോളോ ചെയ്യുക. ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഒറ്റ സമയത്തിന് വേണ്ടതല്ല, അതൊരു പ്രാക്ടീസാണ്. നമ്മൾ ഓരോ ദിവസവും അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞാലോ. അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ലോ ആയി തോന്നുകയാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളൊരു ബാഡ് മൂഡിലിരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ അത്ര പോരാ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ സക്സസ് ആയിട്ടില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഇത്രയും കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പീസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുക. നമ്മൾ മറ്റൊരാളെക്കാട്ടിലും കൂടുതൽ നമ്മളെ സ്നേഹിക്കുമ്പോഴേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ റിയൽ ആയിട്ട് തോന്നി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഫ്ലവർ കമൻറ്റ് ചെയ്യാം. ഡോണ്ട് ഫോർഗെറ്റ് ടു like, share and subscribe for more real contents like this. Okay, bye bye.